കേരളത്തിലെ ഏക നിഷ്പക്ഷ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഭരണഘടന ആഖ്യാനം, സചിത്ര ആഖ്യാനം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗം. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ്, അഥവാ ശ്രീരാമൻ. ഒപ്പം സീതാദേവിയുണ്ട്, ലക്ഷ്മണനുണ്ട്. എന്താണ് ഭരണഘടന എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം, ബോധം എന്നതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് ഓർമ്മ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഭവം പരിചയപ്പെടുത്താം. ഇതാണ് ഭരണഘടനയുടെ അവകാശങ്ങളെപ്പറ്റി പറയുന്ന പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗം. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ്, അഥവാ ശ്രീരാമൻ. ഒപ്പം സീതാദേവിയുണ്ട്, ലക്ഷ്മണനുണ്ട്. ഇവർ 3 പേരും അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് സങ്കല്പം. യുദ്ധമൊക്കെ ജയിച്ചതിന് ശേഷം പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് ശ്രീരാമനെ വരച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നമ്മുടെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് രാമരാജ്യം ഇവിടെ ഉണ്ടാവുക. സത്യം, നീതി, ധർമ്മം എന്നീ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സദ്ഭരണമാണ് രാമരാജ്യം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ രാമൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഭരണകർത്താവാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഫാമിലിയലായിട്ടുള്ള താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു രാജാവ് എന്ന രീതിയിലുള്ള തൻ്റെ ചുമതലകൾ എന്താണോ ആ ചുമതലകളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട് അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. സമ്പൂർണ്ണ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകം പറയട്ടെ. ഭരണഘടനയിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ട് എന്നുള്ളത് നമ്മൾ പല പുസ്തകങ്ങളും നോക്കുമ്പോൾ കണ്ടിട്ടും ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ, ഒറ്റ വാക്കിൽ വിശ്വസിച്ചു പോകുന്ന ഭയങ്കര ഐഡിയലായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 22ഓളം ചിത്രങ്ങളുണ്ട് ഭരണഘടനയിൽ. രാമായണം നമ്മുടെ പൈതൃകമാണ്, ഐതിഹ്യമാണ്. റിപ്പബ്ലിക് ഡേക്ക് തൊട്ടു മുമ്പ് ശ്രീജിത്ത് പണിക്കരെ നമ്മൾ കണ്ടത് അയോധ്യയിലാണ്. അയോധ്യയിൽ അദ്ദേഹം നിഷ്പക്ഷനായിട്ടാണ് പോയത് ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക്, എന്താ പറയുക, പ്രാണപ്രതിഷ്ഠയ്ക്ക്. ഈ ശ്രീരാമ പ്രതിഷ്ഠയും അതുപോലെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയും ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഭരണഘടനയിൽ നിരവധി ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് രാമായണവുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഭരണഘടനയിലെ മറ്റ് ചിത്രങ്ങൾ എന്താണ് എന്നുകൂടി അറിയണം. ഒരു ചിത്രത്തെ മാത്രമാണ് ശ്രീജിത്ത് പണിക്കർ പൊതുബോധത്തിലേക്ക് നൽകിയത്. അതെങ്ങനെ ശരിയാവും? झांसी वाली रानी थी, the indomitable Rani Lakshmi Bai and the king of Mysore, Tipu Sultan, two leaders who were instrumental in India's early freedom struggle, featured in part 16. റാണി ലക്ഷ്മിബായിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ചിത്രം, രാമലക്ഷ്മണന്മാരുടെ ചിത്രം 3ആയിട്ടാണ് ഒരു പേജിൽ കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ സിംഗിൾ ചിത്രങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ്റെ അടക്കം ചിത്രം. നമുക്കൊരു ടിപ്പു സുൽത്താൻ പ്രതിഷ്ഠ നടത്തിയിട്ട് അതിനെ ഇതുമായി ബന്ധപ്പെടുത്തിയാലോ ശ്രീജിത്ത് പണിക്കരെ? വിശദമായിട്ട് ഈ ചിത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മുടെ പൊതുബോധത്തിലേക്ക് ഇങ്ങനെ വ്യാജമായിട്ട് വാർത്തകൾ കൊണ്ടുവന്ന് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ തട്ടിപ്പ് തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ചിത്രങ്ങളെ വെറുതെ ഒന്ന് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. And his students from Shanti Niketan, undeciphered script of our early ancestors from the pioneering Harappan or Indus Saraswati civilization adorns the opening page of Part 1, the Union and its territory. Part 2 of the Constitution, which deals with citizenship, is decorated with an evocative illustration of a Gurukul in a Rishi's ashram, that hallowed portal of learning whose origins can be traced back to the Vedas. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ദൈവങ്ങൾ ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. പാരമ്പര്യത്തിൻ്റെ പല ഏടുകളും ഉണ്ടെങ്കിലും പലതിനും പുതുമയായിട്ടാണ് നമ്മൾ കൊണ്ട് ആചരിക്കുന്നത്. നമുക്കൊന്നും ഒരു കാലത്ത് അമ്പലത്തിൽ കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് നമ്മളൊക്കെ തുല്യമായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അതായിരുന്നില്ല എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പേരിൽ ആധിപത്യമുള്ളവർ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ നമുക്കൊന്നും പ്രാപ്യമായിരുന്നില്ല. അതിനൊക്കെ പുറത്തായിരുന്നു നമ്മൾ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള വിധികൾക്ക് അപ്പുറത്ത് ഒരു നിയമം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ തുല്യമായി കണ്ടത് ഭരണഘടന വന്നതിന് ശേഷമാണ്. അതിൻ്റെ അവകാശത്തിലേക്കാണ് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. നമുക്കൊന്ന് പഴയ കാലത്തെ, ഇവരൊക്കെ പറയുന്ന പുണ്യകാലത്തെ ഒരു മനുസ്മൃതി വാക്യം ഒന്ന് വായിക്കാം. ശൂദ്രം തു കാരയേ ദാസ്യം ക്രീതമക്രീതമേവ ദാസ്യൈവ ഹി സൃഷ്ടാസൗ ബ്രാഹ്മണേസ്യ സ്വയംഭുവ എന്നാണ്. കൂലി കൊടുത്തോ കൊടുക്കാതെയോ
ശൂദ്രനെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കണം. എന്തെന്നാൽ ബ്രാഹ്മണൻ്റെ ദാസ്യവേലയ്ക്കായിട്ടാണ് ശൂദ്രനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. മനുസ്മൃതി 8-ാം അധ്യായം 413-ാം വാക്യം. ശ്രീജിത്ത് പണിക്കരെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ നിയമങ്ങൾ. ഇതിൽ നിന്ന് ഭരണഘടന കൊണ്ടുവന്നതും ഭരണഘടന നിർമ്മിച്ചതും പലരും യുക്തിവാദികളായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുല്യരായത്. അല്ലാതെ ഒരു ഹിന്ദു നിയമങ്ങളോ ഹിന്ദു ആചാരങ്ങളോ വെച്ചിട്ടല്ല. അതിലങ്ങനെ ഒരു തുല്യതയില്ല. ശ്രീജിത്ത് പണിക്കർ എങ്ങനെയാണ് ഏഷ്യാനെറ്റിന് വേണ്ടപ്പെട്ടവരാവുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥയിലാണ്. രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ MLA-മാർക്ക് കാശ് കൊടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജനതാദളോ കോൺഗ്രസോ BJP-യോ അന്ന് അദ്ദേഹത്തിന് ഒരു രാജ്യസഭാംഗം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പണം എന്ന് പറയുന്നത് BPL എന്ന കമ്പനിയുടെ മുതലാളിയുടെ മകളെ കല്യാണം കഴിച്ച് അദ്ദേഹം സമാഹരിച്ച പണം അദ്ദേഹം കുറേ MLA-മാർക്ക് കൊടുക്കുകയും ആ MLA-മാരുടെ വോട്ട് വാങ്ങി അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി. എന്നിട്ടും BJP കുറേ കാലം അദ്ദേഹത്തെ പടിക്ക് പുറത്ത് നിർത്തി. ആ പടിക്ക് പുറത്ത് നിർത്തിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നീട് BJP-യിലേക്ക് വരുന്നത്. പിന്നെ BJP-യിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വളരെ കാലമെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി ഇനി എന്താ അദ്ദേഹത്തിന് വേണ്ടത്? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വേണ്ടത്. ആ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം കാണുന്നത് തിരുവനന്തപുരത്താണ്. നികേഷ് കുമാർ എന്ന് പറഞ്ഞ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഏഷ്യാനെറ്റിന്റെ മുതലാളിനെ കുറിച്ച് കേന്ദ്രമന്ത്രിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് എങ്ങനെയെങ്കിലും കൈക്കോട്ടിൽ കുറച്ച് മണ്ണ് വീണ് ഞങ്ങൾക്ക് ഈ ഭരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാവാത്തവരല്ല മലയാളികൾ. അപ്പോൾ എന്താണ് അജണ്ട എന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള പരിപാടിയുടെ ആസൂത്രണത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് പൊതുബോധം വേണം. അതിനുവേണ്ടി എങ്ങനെ ഇതിനൊക്കെ വക്രീകരിച്ച് കൊണ്ടുവന്ന് ഒരു തൊഴുത്തിൽ കെട്ടാം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് ഉറപ്പിച്ചു വന്ന ഒരാളെ നിയോഗിച്ചിരിക്കുന്നതിൽ ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. അതുകൊണ്ടാണ് എത്രയൊക്കെ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നാലും അദ്ദേഹം പിന്നെയും ചാനൽ ചർച്ചയിൽ ഓരോരോ നിലയ്ക്കുള്ള വിദഗ്ധനായിട്ട് വരുന്നത്. അദ്ദേഹം ഇവിടെ പത്രപ്രവർത്തകനായിട്ട് വളരെ കാലം പ്രവർത്തിച്ചിട്ടില്ല, ഇനി അഡ്വക്കേറ്റായിട്ട് വളരെ കാലം പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണ്ട. പൊതുമധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം SFI-കാരനായിട്ടോ KSU-കാരനായിട്ടോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം ചർച്ചകനായിട്ട്, അതിനാ വാക്ക് ശരിയാവുമെന്ന് അറിയില്ല, ചർച്ചക്കാരനായിട്ടാണ് വരുന്നത്. പ്രത്യേക വിദഗ്ധനായിട്ട്. ആദ്യം അദ്ദേഹം IT വിദഗ്ധനായിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ഒന്നുമില്ല, എലീനെ പിടിക്കാൻ വരെയുള്ള വിദഗ്ധനായിട്ട് അദ്ദേഹം വരും. അദ്ദേഹത്തിന് PG സുരേഷ് കുമാർ, അബ്ജോദ് വർഗീസ്, ബിനു വിജോണൊക്കെ ഓരോരോ വിദഗ്ധനായിട്ട് അവതരിപ്പിക്കും. അത് ഗംഭീര പരിപാടിയാണത്. ഇതൊക്കെ കണ്ട് നമ്മൾ ഇവരുടെ ചാനലൊക്കെ നിഷ്പക്ഷമാണെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളെ സമ്മതിക്കണം. മലയാളിയാണ്, അങ്ങനെ സമ്മതിച്ച് തരാൻ പോടില്ല. അജണ്ടകൾ ഉണ്ടാവും, അജണ്ടകൾക്കെതിരെ പ്രതിരോധം ഉണ്ടാവും. സൈക്കിന് നിവൃത്തിയുള്ളൂ. അപ്പം ശരി, പിന്നെ കാണാം.